പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 28 ബുധൻ. പ്രധാന വാർത്തകൾ. ബുറൈമി കലാകായിക സാംസ്കാരിക വേദി ബുറൈമി ഹെൽത്ത് വിഭാഗം ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 30 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ രാത്രി 8 മണി വരെ ബുറൈമി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. രാജ്യത്ത് രക്തത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ബുറൈമി സാംസ്കാരിക വേദി പ്രവർത്തകർ പറഞ്ഞു. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ഇന്ന് മുതൽ രാജ്യത്ത് ആത്മീയ ചൈതന്യം പകർന്ന് തഹ്ലൂല ആഘോഷത്തിന് തുടക്കമാകും. ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടത് മുതൽ രാജ്യമെങ്ങും തഹ്ലൂല ആഘോഷത്തിനുള്ള തിരക്കിലാണ്. മതപരമായ പ്രകീർത്തനങ്ങളും ആത്മീയ അനുഭൂതി പകരുന്ന മന്ത്രങ്ങളും ഉച്ചത്തിൽ ചൊല്ലി കുട്ടികളും യുവാക്കളും ഒപ്പം മുതിർന്നവരും കൂട്ടത്തോടെ ജാഥയായി നീങ്ങി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തി പിരിയുന്ന ആഘോഷമാണ് തഹ്ലൂല മുബാറക. വലിയ മരച്ചുവട്ടിലോ പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലത്തോ ഒരുമിച്ച് കൂടി വലിയ സംഘമായിട്ടാണ് ജാഥ നീങ്ങുക. കുട്ടികൾ ഫാനൂസ് വിളക്കുകൾ കയ്യിലേന്തി പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പാരമ്പര്യ തനിമയോടെയാണ് റാലിയിൽ അണിനിരക്കുക. 12 പേർ മുതൽ 50 പേർ വരെ ഓരോ കൂട്ടമായി സംഘടിക്കും. ഇതിലെ വലിയ സംഘമോ ഉച്ചത്തിൽ പ്രകീർത്തനങ്ങൾ ആലപിക്കുന്ന കൂട്ടമോ മുന്നിൽ നിന്ന് നയിക്കും. മുന്നിലെ സംഘത്തിലെ ലീഡർ നശീദകളും ദിക്റുകളും ചൊല്ലിക്കൊടുക്കും. മറ്റുള്ളവർ ആവേശത്തോടെ ഏറ്റുചൊല്ലും. റാലി നാടിന്റെ മുഴുവൻ ഭാഗവും ചുറ്റിത്തിരിഞ്ഞ് സ്ഥലത്ത് ഒരുമിച്ചുകൂടി പ്രാർത്ഥന നടത്തും. മനുഷ്യരാശിക്ക് പൊതുവായും മക്കയിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാർക്ക് പ്രത്യേകിച്ചും ദുആ ചെയ്ത് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് സന്തോഷത്തോടെ പിരിയും. ഒമാനിൽ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടതായി ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതുപ്രകാരം ബലിപെരുന്നാൾ ജൂൺ 6 വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതര GCC രാഷ്ട്രങ്ങളിലും ജൂൺ 6-നാണ് ബലിപെരുന്നാൾ. കേരളത്തിൽ ജൂൺ 7-നാണ്. പെരുന്നാൾ പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ഔദ്യോഗിക അവധി ദിനങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തുമായി അവധി ദിനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പ്രവാസികൾ പലരും പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. സ്കൂൾ വേനൽ അവധിക്കാലം ആരംഭിക്കുന്നതോടെ കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. അതേസമയം ബലിപെരുന്നാളിനെ വരവേൽക്കാൻ രാജ്യം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വിപണിയിൽ ഉണർവ് പ്രകടമായിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഒമാനിലെ എറണാകുളം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഇറയുടെയും സാബ്രീസ് ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാളിനോട് മുന്നോടിയായി ഫാഷൻ ഫിയസ്റ്റ് 2025 എന്ന പേരിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലും മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിക്കുന്നു. ജൂൺ 3, 4 തീയതികളിൽ വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെ റുസൈൽ റൗണ്ട് എബൌട്ടിനടുത്തുള്ള ഇദ ഗാർഡൻസ് റെസ്റ്റോറന്റ് പരിസരത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഒമാനിലെ ഫാഷൻ വസ്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടും മെഹന്തി ഫെസ്റ്റിവലിനോടും ഒപ്പം ആർട്ട് ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റ് കൂടാതെ സംഗീത പരിപാടിയും ഫെസ്റ്റിവൽ നഗരിയിൽ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സംഘാടകർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫെസ്റ്റിവലിൽ പ്രവേശനം സൗജന്യമായിരിക്കും. ഒമാനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പരിസ്ഥിതി സൗഹൃദ ലൈസൻസ് പ്ലേറ്റുകൾ ഏർപ്പെടുത്തി റോയൽ ഒമാൻ പോലീസ്. ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും ഔദ്യോഗിക സർക്കുലറിലൂടെ ROP ഇക്കാര്യം അറിയിച്ചു. പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് അവയ്ക്ക് പ്രത്യേക ലൈസൻസ് പ്ലേറ്റുകൾ നൽകുന്നത്. കൂടുതൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും ശുദ്ധമായ ഗതാഗത ബദലുകൾ സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ നടപടി. എല്ലാ ഇലക്ട്രിക് വാഹന ഉടമകളും ഉപഭോക്താക്കളും ഈ മാറ്റം ശ്രദ്ധിക്കണമെന്ന് ROP അഭ്യർത്ഥിച്ചു.
2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാൻ ഒമാനിലെത്തി. അൽ ആലം കൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണത്തോടെയാണ് പ്രസിഡന്റിനെ ഒമാൻ വരവേറ്റത്. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചയും നടത്തി. ഒമാനും ഇറാനും തമ്മിലുള്ള ദീർഘകാല ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചാണ് ഉന്നതതല ചർച്ചകൾ നടന്നത്. പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സഹകരണത്തിനുമുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. പ്രധാന പ്രാദേശിക വികസനങ്ങളെക്കുറിച്ച് സുൽത്താനും ഇറാൻ പ്രസിഡന്റും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ വർഷം ആദ്യപാദത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ 35% വർധനയുണ്ടായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ഹബീബ് അൽ ഖുറൈഷി പറഞ്ഞു. സാങ്കേതിക പഴുതുകളും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉപയോക്താവിന് മതിയായ ബോധമില്ലാത്ത സ്ഥിതിയും ചൂഷണം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നു. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ നടപ്പാക്കാനും നിയമപാലന ഏജൻസികളും പൊതുജനങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം ആവശ്യമാണ്. അംഗീകൃത പ്ലാറ്റ്ഫോമുകളെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളാണ് പൊതുവായ തട്ടിപ്പ്. ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകൾ വരുന്നുണ്ട്. സുപ്രധാന ബാങ്കിംഗ് വിശദാംശങ്ങൾ നൽകാനോ തട്ടിപ്പുകാർക്ക് പേയ്മെന്റ് ചെയ്തു കൊടുക്കാനോ ഉപയോക്താക്കൾ വശംവദരാകുന്നു. OTP നൽകിയാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ പിൻവലിക്കപ്പെടും. വ്യാജ അക്കൗണ്ടുകളിലൂടെയോ ക്രിപ്റ്റോകറൻസി എക്സ്ചേഞ്ച് എന്ന നിലയ്ക്കോ ഇത് പിൻവലിക്കുന്നതിനാൽ തിരിച്ചെടുക്കുക പ്രയാസകരമാകും. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഇന്ന് ലെബനനെ നേരിടും. മസ്കത്തിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. ദേശീയ ക്യാമ്പിലെ മികച്ച മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ടീം ഇന്ന് കളത്തിലിറങ്ങുക. യുവതാരങ്ങൾക്കടക്കം ഇരുപാദങ്ങളിലുമായി അവസരം ലഭിച്ചേക്കും. കഴിഞ്ഞ ദിവസം ഒമാൻ നൈജീരിയക്കെതിരെയും സൗഹൃദ മത്സരം കളിച്ചിരുന്നു. 1-4 ഗോളുകൾക്ക് ചെമ്പട വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. സൗഹൃദ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്നവരായും യോഗ്യതാ മത്സരങ്ങളിലേക്ക് പരിഗണിക്കുക. അടുത്ത മാസം 5-ന് ജോർദാനെതിരെയും 10-ന് ഫലസ്തീനെതിരെയുമാണ് ഒമാന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ. 2 മത്സരങ്ങളിലും വിജയം ഉറപ്പാക്കാനായാൽ ചെമ്പടയുടെ ലോകകപ്പ് സ്വപ്ന സാധ്യതകൾ നിലനിൽക്കും. വേനൽ അവധി ബലിപെരുന്നാൾ സീസണിലും യാത്രക്കാർ കുറഞ്ഞതോടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായി വിമാന കമ്പനികൾ. പെരുന്നാളിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അടക്കം വിവിധ കേരള സെക്ടറുകളിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ റൂട്ടുകളിൽ 4 ഇരട്ടിയിലും അധികമാണ് നിരക്കുണ്ടായിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്കുള്ള സീസൺ സമയങ്ങളിലെ വിമാന ടിക്കറ്റ് നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളും ബഹിഷ്കരണവും പരാതിയും ഒപ്പുശേഖരണവും വർഷങ്ങളായി പ്രവാസികൾ നടത്തിയിട്ടും ഒരു നടപടിയും ഇല്ലാതിരുന്നെങ്കിലും ഇപ്പോൾ യാത്രക്കാർ കുറഞ്ഞതോടെ നിരക്ക് കുത്തനെ കുറയ്ക്കാൻ വിമാന കമ്പനികൾ സ്വയം തയ്യാറായിരിക്കുകയാണ്. എന്നാൽ അവധിക്ക് നാട്ടിൽ പോകാൻ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് കനത്ത നഷ്ടം സംഭവിച്ചത്. മെയ് അവസാന ദിവസങ്ങളിലും ജൂൺ ആദ്യത്തിലും കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ 130 മുതൽ 160 റിയാലിന് വരെ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവരുണ്ട്. ഇപ്പോൾ അതേ ദിവസം അതേ വിമാനത്തിൽ 60-നും 80-നും ഇടയിൽ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ബലിപെരുന്നാളിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും കോഴിക്കോട്ടേക്ക് 60 റിയാലും കണ്ണൂരിലേക്ക് 86 റിയാലും തിരുവനന്തപുരം സെക്ടറിൽ 73 റിയാലും കൊച്ചിയിലേക്ക് 71 റിയാലും ആണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൈറ്റിൽ കാണിക്കുന്ന നിരക്ക്. ബലിപെരുന്നാളും സ്കൂൾ അവധിയും ഒന്നിച്ചു വന്നപ്പോൾ വിമാന ടിക്കറ്റ് നിരക്കിന് 160-ന് മുകളിൽ ആയിരുന്നു നേരത്തെ ഈ ദിവസങ്ങളിൽ കാണിച്ചിരുന്നത്. നിരക്ക് ഇനിയും കൂടേണ്ടെന്ന് കരുതി ഇതിനോടകം തന്നെ ടിക്കറ്റ് എടുത്തവരാണ് ഇപ്പോൾ ത്രിശങ്കുവിൽ ആയിരിക്കുന്നത്. വ്യാഴാഴ്ച വരെ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദൂരക്കാഴ്ച കുറയാനും കടലിൽ തിരമാല ഉയരാനും കാറ്റ് കാരണമാകുമെന്നും അധികൃതർ പറഞ്ഞു. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടിയും മണ്ണും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ച കുറയാനിടയാക്കിയേക്കും. മുസന്തം ഗവർണറേറ്റിന്റെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ഇത് 2 മീറ്റർ ഉയരത്തിൽ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരത്തിൽ ആതിഥേയരായ കുപ്ര ഇന്ത്യൻ സ്കൂൾ അംബാസഡർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിന്റെ സഹകരണത്തോടെ കുപ്ര ഇന്ത്യൻ സ്കൂളായിരുന്നു മത്സരം സംഘടിപ്പിച്ചിരുന്നത്. ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ് മുഖ്യാതിഥിയായി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ, ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡിന്റെ സീനിയർ പ്രിൻസിപ്പലും വിദ്യാഭ്യാസ ഉപദേഷ്ടാവുമായ MP ബിനോബ, കുപ്ര ഇന്ത്യൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, വിശിഷ്ടാതിഥികൾ എന്നിവർ സംബന്ധിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.